Salt and pepper. Bum 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 bum. ഓക്കെ ഓക്കെ ശരിക്കും നിങ്ങളെനിക്ക് പട്ടാന്ന് വിചാരിച്ചല്ലേ ഞാൻ എന്താ ചെയ്യണമെന്ന്. സംഭവം കണ്ടായിരുന്നാ ഞാൻ കുറേ പിടിച്ചിട്ടിട്ടുണ്ട്. ഇതാണ് ഞാൻ പിടിച്ചു വെച്ചിട്ടുള്ള വേറെ ഞണ്ടുകൾ. അത് മാത്രമല്ല ഇതിൻ്റെ പ്രത്യേകത എന്താണ്, ആറ്റ് ഞണ്ടെന്ന് പറയുന്നത്. ഇപ്പോൾ കൂട്ടാറിനകത്താണ് ഞാൻ നിൽക്കുന്നത്. ഇതാണ് കൂട്ടാർ, ഇടുക്കി ജില്ലയിലുള്ള. ഇപ്പോൾ വേനൽക്കാലമൊക്കെ ആയതുകൊണ്ട് വെള്ളം കുറവാണ്, എന്നാലും ഇത് കാടിൻ്റെ നടുവിലുള്ള ആറാണ്. അതുകൊണ്ട് മലവെള്ളം എപ്പോഴും ഇറങ്ങി വന്നേക്കാം. അണ്ണാ നോയിക്കോണേ. കുഴപ്പമില്ല. അപ്പോൾ ഈ എന്താണ് ഞാൻ ഈ ഞണ്ട് തപ്പി നടക്കണതെന്ന് നിങ്ങൾക്കൊരു സംശയമല്ലേ? സോൾട്ട് ആൻഡ് പെപ്പർ തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരുപാട് ഔഷധ ഗുണങ്ങൾ ഇതിനകത്തുണ്ട്. ഇത് ഈ ഔഷധം എങ്ങനെയാണ് ഞാൻ പറയണമെന്ന് എനിക്കറിയത്തില്ല, എങ്കിലും പറയാം അല്ലേ. അത് നമ്മുടെ ഒരു നാട്ടറിവല്ലേ. നമ്മുടെ കൊച്ചു കുട്ടികളൊക്കെ അല്ലേ, കൊച്ചു കുട്ടികളും ആയിരുന്നാലും മുതിർന്നവരായിരുന്നാലും ഒക്കെ ശരി തന്നെ, ഈ കട്ടിൽ കിടന്ന് മുള്ളുന്നവരില്ലേ, രാത്രി ഉറക്കത്തിൽ മൂത്രമൊഴിക്കുന്നവർ അല്ലെങ്കിൽ യൂറിൻ പാസ് ചെയ്യുന്നവരൊക്കെ ഇല്ലേ, അവർക്ക് പറ്റിയ മരുന്നാണിത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് പുഴുങ്ങി കഴിച്ചു കഴിഞ്ഞാൽ ഈ കട്ടിലിൽ കിടന്ന് രാത്രി കട്ടിൽ ഉറക്കത്തിൽ മുള്ളുന്ന സ്വഭാവം മാറും. എനിക്കങ്ങനത്തെ അസുഖമൊന്നുമില്ല കേട്ടോ, നിങ്ങളതല്ലേ ഇപ്പോൾ ചിന്തിക്കുക. അപ്പോൾ രണ്ട്, ഇത് വേറൊരു കാര്യത്തിന് ഇത് ഉപയോഗിക്കുന്നുണ്ട്. നമ്മുടെ ഈ വായിൽ സ്മെല്ലില്ലേ, വായ്നാറ്റം. അപ്പോൾ ഈ വായിൽ സ്മെല്ലിന്, അത് വായ്നാറ്റം ഉണ്ടാകുന്നത് തന്നെ നമ്മുടെ ഉദരത്തിലൊക്കെ വരുന്ന ചില തകരാറുകളാണ് വായിൽ ഈ സ്മെല്ലായിട്ട് വരുന്നത്. അതിന് ഏറ്റവും ഉചിതമാണിത്. ഒരെണ്ണം കഴിച്ചാലൊന്നുമല്ല, പതിവായിട്ട് കഴിക്കുകയാണെങ്കിൽ വായിലുള്ള ആ ദുർഗന്ധമൊക്കെ മാറും. അതാണ് ഈ ആറ്റ് ഞണ്ടിൻ്റെ പ്രത്യേകത. ഇതൊക്കെ അറിയായിരുന്നു ഇതിനു മുമ്പേ. അതാണ് സോൾട്ട് ആൻഡ് പെപ്പർ കാണണമെന്ന് പറയുന്നത്. ഒരു ക്ലാസ് റൂമാണ്. കൂട്ടാറിൻ്റെ അടുത്ത് ഇടുക്കിയിലൊരു പ്രശസ്തമായ കള്ള് ഷാപ്പുണ്ട്. നല്ല ഭക്ഷണം എന്നൊക്കെയാണ് പറയണത്. അത് തേടിയുള്ള യാത്രയിലാണ്. അത് ഈ ഞണ്ടിനെ കുറിച്ച് അറിഞ്ഞപ്പോൾ പിടിക്കാമെന്ന് വെച്ചു. കാരണം നമ്മളൊരു കൂട്ടുകാരനുണ്ട്, പുള്ളി വലിയ ക്യാമറമാനാണ്. ആ പുള്ളിക്ക് കൊടുക്കാനായത്. പോട്ടെ, ചുമ്മാ ആ ക്യാമറമാനല്ല കേട്ടോ, വേറൊരു കൂട്ടുകാരനാണ്. കണ്ടുപിടിച്ചു, കൂട്ടാറിലെ കള്ള് ഷാപ്പ്. ഇതാണ് ഇടുക്കി ജില്ലയിലെ കൂട്ടാർ എന്ന സ്ഥലത്തുള്ള കള്ള് ഷാപ്പ്. അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്കൊരു പ്രത്യേക ത്രില്ല്. അതുകൊണ്ടല്ല, കള്ളൊന്നുമല്ല, നല്ല ഭക്ഷണം ഇവിടെ ഉണ്ടെന്നാണ് പറയണത്. രുചികരമായ ഇടുക്കിയുടെ തനത് രുചിയായിട്ടുള്ള ഭക്ഷണം. അപ്പോൾ അത് കണ്ടുപിടിക്കാനായിട്ടുള്ളൊരു പോക്കാണ്. അതൊക്കെ എങ്ങനെയാണ് ഉണ്ടാക്കണമെന്നൊക്കെ നിങ്ങൾക്ക് കാണണ്ടേ, നാവിൽ വെള്ളം ഊറണ്ടേ? എന്നാൽ വരൂ. പാട്ടോ? ഇതിനകത്ത് ഭയങ്കര പാട്ടൊക്കെ കേൾക്കുന്നു. മിക്കവാറും കുക്കറിയൊന്നും നടക്കൂല. ഇത് പാട്ട് ഞാനും കൂടെ പാടാൻ പോവാ. അടിപൊളി. ഇന്ന് കുക്കറി ഷോ ഒന്നുമില്ല, പാട്ട് മാത്രമേ ഉള്ളൂ. സോൾട്ടാൻ പാട്ട്. അപ്പോ ഈ പാട്ട് കേട്ട് ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ഇന്നത്തെ 1/2 മണിക്കൂർ സമയം അങ്ങനെ അങ്ങ് പോകും. നമുക്ക് നേരെ കുക്കറി ഷോയിലേക്ക് പോയാലോ, ഇവിടുത്തെ നല്ല ഭക്ഷണങ്ങളിലേക്ക്. അതെ, ആരാ ഇവിടെ കുക്ക്, നല്ല കുക്കുള്ളത്? നല്ല കുക്ക് ആണോ? പുഷ്കരനാണോ പേര്? പുരുഷു. ഓക്കെ, എന്നാ പിന്നെ ആ കുക്കിന്റെ അടുത്തേക്ക് പോകാം. പാട്ടും പാട്ട് ഡാൻസും കളിച്ച് അടുക്കളയിൽ ചെന്ന് കയറിയപ്പോഴേക്കും 2 കടിയന്മാർ എന്നെ കഴുത്തിന് പിടിച്ച് പുറത്തു കൊണ്ട് നിർത്തിയിരിക്കുകയാണ്. ഇവിടെ അങ്ങനെ ഡാൻസൊന്നും പുറത്തുനിന്ന് വന്ന് കളിക്കാൻ പാടില്ലെന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചത്. പിന്നെയാണ് മനസ്സിലായത് അതൊന്നും അല്ല. ഇതാ നിൽക്കുക കടിയന്മാർ. പ്രസാദ്, സജീവൻ.
ഓക്കെ, നിങ്ങൾ രണ്ടുപേരുമാണ് ഇപ്പൊ ഇത് നോക്കി നടന്നത്. നിങ്ങൾ ഇവിടുത്തെ തൊഴിലാളികളാണല്ലേ? എന്തൊക്കെ വിഭവങ്ങളാണ് ഇന്നിപ്പോ ഉള്ളത് ഇവിടെ? വിഭവങ്ങൾ നിറയുണ്ട്. പോർക്ക് ഫ്രൈ ഉണ്ട്, മീൻതല സ്പെഷ്യൽ, മീൻ കറി, പോട്ടി, പതിര്. അത് മാത്രമല്ല, ഇതിപ്പോ ഒരു റോഡ് സൈഡിലും കൂടെ, അതൊരു ടൂറിസ്റ്റ് ഏരിയയിലേക്ക് പോകുന്ന വഴിയാ അല്ലേ? ഇവിടുന്ന് രാമക്കൽമേട് 8 കിലോമീറ്റർ. അതെ, രാമക്കൽമേട് പോകുന്ന വഴിയാ. തേക്കടി മൂന്നാർ സ്റ്റേറ്റ്. അപ്പൊ ഒരുപാട് ടൂറിസ്റ്റുകളൊക്കെ ഫാമിലി ആയിട്ടൊക്കെ ഇവിടെ വരത്തില്ലേ? സ്ഥിരമായിട്ട് വരുന്ന ഫാമിലികളുണ്ട്. വന്ന് യാദൃശ്യമായിട്ട് വന്ന് കഴിച്ചിട്ട് പോകുന്ന ഫാമിലികളുണ്ട്. ഇന്നിപ്പോ തയ്യാറായിരിക്കുന്ന ഈ പറഞ്ഞതൊക്കെയാണല്ലേ? അതെ. അപ്പൊ ഞങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഇന്ന് എന്തായിരിക്കും ഉണ്ടാക്കുന്നത്? പ്രതിബന്ധ വിഭവം വേണമെന്ന് പറഞ്ഞാൽ നമുക്ക് റെഡിയാക്കി തരും. ഞാൻ പറയുന്നതോ? അതെ. അപ്പൊ ഞാൻ പറയുന്നത് എന്താണോ അത് ഉണ്ടാക്കി തരുമെന്നാണ് പറഞ്ഞിരിക്കണേ. എന്നാൽ പിന്നെ ഇവിടെ ഇവര് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കുറെ ഭക്ഷണങ്ങൾ. അതൊക്കെ ഒന്ന് ഞാനൊന്ന് കണ്ടു നോക്കട്ടെ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഭവമായിട്ട് ഇന്ന് നമ്മുടെ സോൾട്ട് ആൻഡ് പെപ്പർ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതായിരിക്കും. അപ്പോൾ അതൊന്ന് കാണാം അല്ലേ ചേട്ടാ? എന്നാ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ. ഓക്കെ, താങ്ക് യു. അപ്പൊ നമുക്ക് ഇന്നത്തെ വിഭവം അങ്ങ് തയ്യാറാക്കാം അല്ലേ? എന്ത്? നിങ്ങൾ അതും പ്രതീക്ഷിച്ചിരിക്കുകയാണോ ഞണ്ടിനെ ഉണ്ടാക്കുന്നു? ഞണ്ടല്ല, ഞണ്ടിനെ ഒരു രസത്തിന് ഇങ്ങനെ ഇവിടുത്തെ ഈ ആറ്റ് ഞണ്ടിനെ കയ്യിൽ കിട്ടിയപ്പോൾ അതിൻ്റെ ആ ഒരു കൗതുക കാഴ്ചകൾ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഞണ്ടിനെ ഒന്ന് പിടിച്ചതേ ഉള്ളൂ. അത് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പിടിച്ചതൊന്നുമല്ല. നമുക്ക് ആ ഞണ്ടിനെ അങ്ങ് വിട്ടേക്കാം, പാവമല്ലേ, അത് എവിടെയും പോയി അങ്ങ് ജീവിച്ചു പോട്ട് അല്ലേ ചേട്ടാ? അങ്ങനെ ആയിക്കോട്ടെ. അപ്പോൾ ഈ അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറയുന്ന ഈ ചേട്ടനാണ് ഇന്നത്തെ അങ്ങനെ ആയിട്ടുള്ള പാചകങ്ങളൊക്കെ ഒരുക്കാനായിട്ട് ഇവിടെ നിൽക്കുന്നത്. ചേട്ടൻ്റെ പേര് കിടലം പേരാണ്, പുരുഷോത്തമൻ നായർ അല്ലേ? ചേട്ടൻ പുലിയാണ്. 10 വർഷമായിട്ടല്ലേ ചേട്ടൻ ഇവിടെ കുക്ക് ചെയ്യുക അല്ലേ? 10 വർഷം ആയി. ഓക്കെ, നമുക്ക് ഇന്ന് എന്തോന്നാ ചേട്ടാ ഉണ്ടാക്കാൻ പോണേ? ഇപ്പോൾ പന്നി ഫ്രൈ ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. നല്ല ഗംഭീര പോർക്ക് ഫ്രൈ അല്ലേ? പോർക്ക് എല്ലാവർക്കും കഴിക്കാനൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷെ പലർക്കും ഉണ്ടാക്കാൻ അറിയത്തില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അനുഭവത്തിലൂടെ ഞാൻ മനസ്സിലാക്കിയത്. പിന്നെ നല്ല നല്ല ക്രിസ്ത്യാനികളൊക്കെ ആയിരിക്കും പോർക്ക് വെക്കാൻ നല്ല മിടുക്കന്മാർ. ഹിന്ദുക്കൾക്കാണെങ്കിൽ തിന്നണമെന്ന് ആഗ്രഹമുണ്ട്, ആർക്കും വെക്കാനും അറിയത്തില്ല. ഇന്ന് പഠിപ്പിക്കാം അല്ലേ നമുക്ക്? ഞാനൊരു ഹിന്ദു ആണല്ലോ. അതെ, ഞാനും. നമുക്ക് ഇനിയിപ്പോൾ വർഗീയ ഒന്നും പറയണ്ട, തുടങ്ങാം. അപ്പം നമുക്ക് പോർക്ക്, നല്ല പോർക്ക് ഫ്രൈ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഇതിപ്പോൾ എന്ത് ചെയ്ത് വെച്ചിരിക്കുക? ഇത് ലേശം മഞ്ഞപ്പൊടിയും മുളക് പൊടിയും, ലേശം മുളക് പൊടിയും ഉപ്പും വെളിച്ചെണ്ണയും ചേർത്ത് തിരുമ്മി വേവിച്ച് വെച്ചിരിക്കുന്നു. ഒന്ന് പുഴുങ്ങി എടുത്തിട്ടുണ്ട്. പുഴുങ്ങി എടുത്തിരിക്കുന്ന സാധനമാണ്. എത്ര സമയം പുഴുങ്ങേണ്ടിയിരിക്കണോ? കുക്കറിലാണോ പുഴുങ്ങിയത്? കുക്കറിലല്ല, അല്ലാതെ സാധാരണ വിറകടുപ്പിലാണ്. എത്ര സമയം പുഴുങ്ങിയത്? ഇത് 40 മിനിറ്റോളം വരും. അപ്പോൾ അങ്ങനെ 40 മിനിറ്റോളം പുഴുങ്ങി എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മുടെ എളുപ്പത്തിന് എപ്പിസോഡ്, അരമണിക്കൂർ എപ്പിസോഡിൽ നമുക്ക് 40 മിനിറ്റ് പുഴുങ്ങണമെന്ന് കാണിക്കാൻ പറ്റത്തില്ലോ. നിങ്ങൾ വേണമെങ്കിൽ പുഴുങ്ങി എടുത്തു കഴിഞ്ഞാൽ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല. ഓക്കെ, നമുക്ക് തുടങ്ങാം. നമുക്ക് തുടങ്ങാം. ആദ്യം എന്താണ് ചെയ്യേണ്ടത്? ആദ്യം വെളിച്ചെണ്ണ ഒഴിക്കുന്നു. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും അടുത്തെന്താണ്? അടുത്ത കടുക്. കടുക് ഏകദേശം പൊട്ടി തീർന്നു. അത് പെരിഞ്ജീരകം ശകലം ഇടുന്നു. കടുക് പൊട്ടി കഴിഞ്ഞപ്പോഴേക്കും നല്ല പെരിഞ്ജീരകം. അത് കഴിഞ്ഞ് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, ഇത്രയും സാധനം. പച്ചമുളക് ഇങ്ങനെ രണ്ടായിട്ടൊക്കെ മുറിച്ചിട്ടേ ഉള്ളൂ. ഇത് പുഴുങ്ങിയപ്പോൾ ഇതിനകത്ത് വേറെ എന്തെങ്കിലും ചേർത്തിട്ടുണ്ടോ? പുഴുങ്ങിയപ്പോൾ അതിൻ്റെ അകത്ത് മീറ്റ് മസാല, ലേശം മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ശകലം വെളിച്ചെണ്ണ ഇത്രയും ചേർത്തിട്ടാണ് പുഴുങ്ങിയത് അല്ലേ? പുഴുങ്ങിയത്. ഇപ്പോൾ ഒരു 1/4 കിലോയാണ് അല്ലേ? 1/4 കിലോയാണ് നമ്മൾ തയ്യാറാക്കുന്നത്. അതിലേക്ക് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഇപ്പോൾ ചേർത്തുകൊണ്ടിരിക്കുന്നത്. ഇനി ഇതിലേക്ക് സവോള ഇടുന്നു. ഓക്കെ, സവോള നന്നായിട്ട് അരിഞ്ഞ് നുറുക്കിയെടുത്ത സവോള, പിന്നെ അതുകൂടാതെ കരിവേപ്പില, 2 ലീഫ് കറിവേപ്പില, ലേശം ഉപ്പ് അല്ലേ ഇതിലേക്ക്? ലേശം മഞ്ഞപ്പൊടി, ഒരു 1/4 സ്പൂണ്. വെളുത്തുള്ളി എത്ര എണ്ണം ഇട്ട്? വെളുത്തുള്ളി 2 എണ്ണം. എല്ലാത്തിൻ്റെ ഒരു കണക്ക് 1/4 കിലോയ്ക്ക് ഇതാണെങ്കിൽ 1/2 കിലോ ആകുമ്പോൾ അതിങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും.
ഇനി ചുവപ്പ് അടിക്കുന്ന രീതിയിൽ ഇത് വഴന്ന് കഴിയുമ്പോൾ നമ്മൾ ഗരം മസാല, മീറ്റ്, മുളക് പൊടി ഇത് ചേർത്ത് നന്നായിട്ട് ഇളക്കും. ഇളക്കി ചുവന്ന് വരട്ടെ, ചുവക്കട്ടെ ചുവന്ന് വരട്ടെ, കേരളം മുഴുവൻ അങ്ങനെ ചുവക്കട്ടെ. എന്തായി? ഏകദേശം ആയി. ഒരു ശകലം കൂടെ ചുവപ്പ് കളർ വീണോട്ടെ. ഇതിൽ 2 സ്പൂൺ മുളക് പൊടി ഇടുന്നേ. ഓക്കെ, അതിലേക്ക് 2 സ്പൂൺ മുളക് പൊടി, നമ്മുടെ നാടൻ മുളക് പൊടി അല്ലേ? നാടൻ മുളക് പൊടി. ഇത് മീറ്റ് മസാല, അത് 2 സ്പൂണ്. മീറ്റ് മസാല തന്നെയാണ് ഇത് പുഴുങ്ങാൻ നേരത്തെ ഇതിലും ചേർത്തത് അല്ലേ? ഇത് ഗരം മസാല. ഗരം മസാല 1 സ്പൂൺ. ഇതിപ്പം പോർക്ക് ചേർക്കാനുള്ള പരിവായി. അങ്ങനെ നാളെ പോർക്ക് ഇറങ്ങാൻ പോവുകയാണ് താരം. ഇത്രയും സമയം ബാക്കി ചെറിയ താരങ്ങളൊക്കെ ആയിരുന്നു പെർഫോം ചെയ്തുകൊണ്ടിരുന്നത്. സൂപ്പർ സ്റ്റാർ ഇറങ്ങി. ഇനിയാണ് പരിപാടി. പുരുഷൻ ചേട്ടൻ്റെ ശ്രദ്ധ ഉണ്ടോ? ഞാൻ എന്ത് പറഞ്ഞിട്ട് എന്നെ ശ്രദ്ധിക്കണമെന്നില്ല. അതിൻ്റെ ഒരു പ്രിപ്പറേഷൻ, അതിൻ്റെ ഒരു പരുവം, അതിലൊക്കെയാണ് ശ്രദ്ധ. അപ്പോൾ അതിൻ്റെ ചേരുവകൾ ഏകദേശമൊക്കെ ആയി. ഇനി അവസാനം നമ്മൾ പെപ്പർ. അതെ, പുരുഷൻ ചേട്ടൻ്റെ ശ്രദ്ധ കണ്ടോ? അതുപോലെ നിങ്ങളും ശ്രദ്ധിക്കണം. അതുപോലെ ശ്രദ്ധിച്ചിരുന്നാലേ ഇത് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഇനി തീ കുറച്ചിടുക. അപ്പോൾ പന്നി റെഡിയായി. അങ്ങനെ വാചം അടിക്കുന്നതിൻ്റെ ഇടയിൽ പെട്ടെന്ന് തന്നെ ഇത് തയ്യാറായിട്ടുണ്ട്. പക്ഷേ ഓർക്കുക, ഇത് 40 മിനിറ്റ് കുക്ക് ചെയ്തെടുത്ത പോർക്കാണ്. അപ്പോൾ നിങ്ങളിത് ഉണ്ടാക്കുമ്പോൾ 40 മിനിറ്റ് അത് പുഴുങ്ങിയെടുത്തതിന് ശേഷമേ ഇതുപോലെ കുക്കിംഗ് തുടങ്ങാവൂ. അപ്പോഴേക്കും കുറച്ച് സമയം എടുക്കും. സമയം എടുത്തു കഴിഞ്ഞാൽ പയ്യെ തിന്നാൽ പനയും തിന്നാം എന്നുപോലെയാണ്. നല്ല ആരോഗ്യകരമായിട്ട് ഭക്ഷണം ഉണ്ടാക്കാം. അപ്പോൾ ഞാനൊരു പ്ലേറ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്കിനി പോർക്ക് പ്ലേറ്റിലേക്ക് മാറാം. പോർക്ക് പ്രിയന്മാരുടെ നാവിലൂടെ ഇപ്പോൾ കപ്പലോടിക്കാം, വായിലൂടെ. നാവിൽ വെള്ളം മുറി തുടങ്ങി. ചേട്ടാ ഇതൊന്ന് പിടിച്ചേ. അപ്പോൾ ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. പഞ്ഞി പോലെ ഉണ്ട്. 3 ആഴ്ച കഴിഞ്ഞാൽ ഈ രുചി നാവൊന്നും പോകത്തില്ല കേട്ടോ. ഗംഭീരമായിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മനോഹരമായ ഈ വിഭവം നിങ്ങൾ ഉറപ്പായിട്ടും നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്യണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. മനോഹരമായ ഈ പോർക്ക് ഇത് ഞാൻ കഴിച്ചപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ചെടികളും അണക്കെട്ടും ഒക്കെ നോക്കി നിൽക്കുന്ന നമ്മുടെ കൂട്ടുകാർ എല്ലാ എപ്പിസോഡിലും ഞാൻ മാത്രമേ കഴിക്കണം. ഇന്ന് ഇത് അവർക്കും കൂടെ ഞാൻ കൊടുക്കാൻ പോവുക. ഞാൻ ഇത് കൊടുത്തിട്ട് വരട്ടെ. കഴി. കള്ള് ഷാപ്പിലെ കറി ആയതുകൊണ്ട് നല്ല എരിവുണ്ട്. ഈ എരിവ് മാറണമെങ്കിൽ സാധാരണ നല്ല എരിവൊക്കെ മാറണമെങ്കിൽ കള്ള് കുടിച്ചാൽ മതി. പക്ഷേ ഇപ്പോൾ നമ്മൾ ഈ ഒരു ഷോ ചെയ്തുകൊണ്ടിരിക്കുമ്പം ഞാൻ കള്ള് കുടിച്ച് അഥവാ എങ്ങാനും ഫിറ്റായി പോയി കഴിഞ്ഞാൽ അതുകൊണ്ട് കള്ള് കുടിക്കുന്നില്ല. കൊള്ളാം, അടിപൊളിയായിരുന്നു. ഹലോ, എന്ത് ഷൂട്ട് ചെയ്യുന്നില്ലേ? ആ പന്നിക്കുട്ടനെയൊക്കെ വീട് ക്യാമറ എടുത്ത് നേരെ വെക്ക്. എല്ലാവരും ആ പന്നിക്കുട്ടൻ്റെ രുചിയിൽ അങ്ങനെ ഇരിക്കുകയാണ്. വാ, ഇനി നമുക്ക് ചിക്കൻ കൂട്ടണം അല്ലേ? ചിക്കൻ നമുക്ക് തോരനാണ് ഉണ്ടാക്കുന്നത്. ചിക്കൻ തോരനാണ് ഇനി ഉണ്ടാക്കാൻ പോകുന്നത്. ഇനി നമുക്ക് അത് കഴിക്കാം. നിങ്ങൾക്ക് പ്രതിവേദന കൊണ്ട് സ്പെഷ്യൽ ചെയ്തേക്കുന്നത് കേട്ടോ. ആണോ? നിങ്ങൾ നമ്മുടെ ഈ ഷാപ്പിൽ വരും, നമ്മുടെ ഈ കൂട്ടുകാർ ഈ നാട്ടിൽ വരും. അതുകൊണ്ട് ഞങ്ങൾ സ്പെഷ്യലായിട്ട് നിങ്ങൾക്ക് വേണ്ടി ചെയ്തിരിക്കുന്നതാണ്. എനിക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാൻ പോവുകയാണ്. എല്ലാവർക്കും ഷെഫ് മാറിയിട്ടുണ്ട്. ഷെഫിന്റെ പേര് രാജീവ്. എത്ര നാളായി ഇവിടെ ഉണ്ട്? ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഇവിടെ വന്നിട്ട് ഇപ്പോൾ ഒരു 2-3 വർഷമായതേ ഉള്ളൂ. അപ്പൊ ഇതിനു മുമ്പ് വേറെ ഹോട്ടലിലൊക്കെ ആയിരുന്നു. ഇതിപ്പോ എനിക്ക് വേണ്ടിയിട്ട് അദ്ദേഹം ഉണ്ടാക്കാൻ പോവുകയാണ്. ഇതാണ് എൻ്റെ അടുത്തുള്ള ആരാധന. ഞാൻ നിങ്ങളുടെയൊക്കെ ഏരിയയിലൊക്കെ വരും, ഇതുപോലെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി തരണം കേട്ടോ എനിക്ക്. ഇത് നാടൻ വെളിച്ചെണ്ണയാണ്. നാടൻ വെളിച്ചെണ്ണ പറഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ തെങ്ങ നാട്ടിയ വെളിച്ചെണ്ണയാണ്. ഇത് കടുക്. മസ്റ്റാർഡ് കേട്ടോ. ഇനിയിപ്പോ പ്രതിവേട്ടൻ ഇനി ഇംഗ്ലീഷ് അറിയത്തില്ലെങ്കിൽ ഇതങ്ങ് പൊട്ടട്ടെ, ചവറ് പോലെ പൊട്ടട്ടെ. കടുകൊന്ന് പൊട്ടി വരട്ടെ. ഇത് പെരുംജീരകം.
പെരുംജീരകത്തിൽ 2-3 ഗുണങ്ങളുണ്ട്. എന്തൊക്കെയാണ്? ദഹനത്തിന് നല്ലൊരു സാധനമാണ്. ഓ, അതാണ് നമ്മളിവിടെ ഹോട്ടലിലൊക്കെ പോയി കഴിച്ചിട്ട് ആഹാരം കഴിക്കുമ്പോൾ പെരുംജീരകം കഴിക്കണം. ഓ, അതാണോ അതിന്റെ പിന്നിലെ കഥ? കഥ കൊള്ളാല്ലേ. നമ്മള് ദഹനത്തിന് വേണ്ടിയിട്ടാണ് എന്നാണ് പറയുന്നത്, അറിവുള്ളവർ പറയുന്നത്. വേണ്ടിയിട്ട് എടുത്തത്. കടുക് ഏകദേശം പൊട്ടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇത് ഇതിന്റെ ഇടയിൽ എനിക്കും കൂടെ എന്തെങ്കിലുമൊക്കെ പറയാൻ അവസരം തരും. അവസരമുണ്ട്. പ്രതിവേഷം പുള്ളിയെ ഭയങ്കര അവതാരകനായിട്ട് ഭയങ്കര പാചകടി, ഞാൻ ശശിയായിട്ട് നിൽക്കുകയും ചെയ്യണം. പ്രതിവേഷം നമ്മുടെ നാട്ടിൽ വരുമ്പോൾ ഒരു നാണക്കേട് വേണ്ട, അതുകൊണ്ട് എനിക്ക് നാണക്കേട് ഇടുവാണ്. പെരുംജീരകം ഇടുവാണ്. പെരുംജീരകം. ഓക്കെ, പെരുംജീരകം ഇട്ടു. അപ്പം പുള്ളിക്കാരനെ ഇന്ന് ആസ്ഥാന അവതാരകനാക്കി മാറ്റി. പെരുംജീരകം ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ അരിഞ്ഞു വെച്ചത് ഏകദേശം ഒരു 100 ഗ്രാം അടുത്ത് മതി. ചെറുതായിട്ടൊന്ന് മൂക്കട്ടെ. പിന്നെ നമ്മളിടുന്നത് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, സവോള കൊത്തി അരിഞ്ഞത്. എത്ര എണ്ണം? ഒരു 4 എണ്ണം മതി. ഇതിപ്പോ ഒരു കോഴിയല്ലേ? ഈ കോഴിക്ക് എത്ര ഭാരം ഉണ്ടാവും? അതിപ്പം ഒരു 1 കിലോ. നമ്മൾ ഒരു കോഴി എന്ന് പറയുമ്പോഴത്തേക്കിന് അതിപ്പം ഒരു 3/4 കിലോ അടുത്തൊക്കെ വരത്തുള്ളൂ. അതും തോരന് വേണ്ടിയിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുക. തോരന് വേണ്ടി കട്ട് ചെയ്ത്. അതായത് നമ്മള് കടയിൽ വാങ്ങുമ്പോൾ തന്നെ പറഞ്ഞാൽ മതി തോരൻ വെക്കാനായിട്ട് കട്ട് ചെയ്യും. ചിലിയൊക്കെ കട്ട് ചെയ്യും. ഇതൊക്കെ നമ്മുടെ വീട്ടിലുണ്ടാക്കാവുന്ന, എല്ലാവർക്കും ഉണ്ടാക്കാവുന്ന ഒരു കാര്യമാണ്. ഒരു 2 സ്പൂൺ മുളക് പൊടി, കുറച്ച് എരിവ് കിടന്നോട്ടെ കേട്ടോ. അങ്ങനെ കുറച്ച് നമ്മുടെ നാടൻ മുളക് പൊടി. നാടൻ മുളക് ഇതെല്ലാം നമ്മൾ പൊടിക്കുന്നത്, ഇവിടെ പൊടിക്കുന്നതാണ്. മഞ്ഞളും എല്ലാം. ഈ ചിക്കൻ ഒന്ന് പുഴുങ്ങി വെച്ചിട്ടുണ്ട്. എന്തൊക്കെ ചേർത്താ പുഴുങ്ങി? അതിപ്പം ഉപ്പും മഞ്ഞളും ശകലം ഗരം മസാലയും ഇട്ട് ഒരു 20 മിനിറ്റ് പുഴുങ്ങി എടുത്തു. കാരണം 20 മിനിറ്റാണ് നമ്മുടെ എപ്പിസോഡ്. ഇത് പുഴുങ്ങണ കാണിച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ലല്ലോ. ഇത് ചിക്കൻ മസാലയാണ്. 2 സ്പൂൺ ചിക്കൻ മസാല. ഓക്കെ. ഇപ്പൊ നമ്മള് മുളക് പൊടി ഇട്ടു, മഞ്ഞപ്പൊടി ഇട്ടു, ചിക്കൻ മസാല, ഗരം മസാല. ഗരം മസാല അല്ല, മല്ലിപ്പൊടി. ഓക്കെ, ഒരു രീതിയിൽ ഇങ്ങനെ കടത്തി വെട്ടാൻ പറ്റൂല. ഇതാണ് ഗരം മസാല. ഈ ഗരം മസാലയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. നമ്മുടെ ഇവിടുത്തെ ഏലക്ക, കുരുമുളക്, പിന്നെ ഗ്രാമ്പു, ഇടുക്കിയിലുള്ള നമ്മുടെ ഈ നാട്ടിലെ നിങ്ങളുടെ കൃഷിത്തോട്ടമാണോ? നമ്മുടെ കൃഷിത്തോട്ടമാണ്, നമ്മുടെ ഇവിടുത്തെ കൃഷിത്തോട്ടമാണ്. അതുപോലെ തന്നെ കുരുമുളക് ഇവിടുത്തെയാണ് കേട്ടോ. ഒരു മായവും ഒരു മായവും ചേർക്കാതെയുള്ള ഭക്ഷണമാണ് ഇവിടുത്തെ. ഇത് കണ്ടോ, ഇത്ര ഒന്ന് സോട്ടായി, ഒരു ബ്രൗൺ കളറായി. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ തേങ്ങയാണ്. ഇതിന്റെ ചേരുവ തേങ്ങയാണ്. ഈ തേങ്ങ അതിൻ്റെ അകത്ത് തേങ്ങ ചിരുകി വെച്ചത്. എത്ര തേങ്ങ ചിരിക്കിട്ടുണ്ട്? ഇത് ഒരു തേങ്ങയേ ഉള്ളൂ, ഒരു തേങ്ങ. തേങ്ങയുടെ ഒരു മൂത്ത് വരുന്ന ഒരു മണം കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ തന്നെ ആ ചിക്കൻ തോരന്റെ കളർ വന്നു. ഭയങ്കര എളുപ്പമാണല്ലേ ഇത്? എളുപ്പമാണ്, എളുപ്പം ചെയ്യും. നമ്മളെല്ലാവരും വീട്ടിൽ എല്ലാവർക്കും ചെയ്യാൻ. ഇനി നമ്മൾ ചിക്കൻ ആഡ് ചെയ്യുവാണ്. നേരത്തെ 20 മിനിറ്റ് ബോയിൽ ചെയ്ത് വെച്ചിരുന്ന ചിക്കനാണ്, അത് അതിലോട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി അതിനെ ഇളക്കിയെടുക്കുക അല്ലേ? കാരണം ഓൾറെഡി അത് കുക്കായിട്ടിരിപ്പുണ്ട് ചിക്കൻ. അതുപോലെ ഇടാണ്ടോ? അത് എന്നോടാണോ ചോദിക്കുന്നത്? ശ്രദ്ധിച്ചില്ല. ഒരു കാര്യം ചെയ്യുന്നത്, ഇവിടെ ഒരു പാറ എടുത്തോണ്ടിട്ടെ. വേണ്ട, ഉപ്പ് അത് ഇട്ടില്ലേ? സോൾട്ട് ഇതിന് നമ്മളത് ലാസ്റ്റ് ആയിട്ട് നമ്മൾ, കാരണം നമ്മളിത് ബോയിൽ ചെയ്തപ്പോൾ നമ്മൾ കുറച്ച് ഇട്ടായിരുന്നല്ലോ. അപ്പം അത് നോക്കിയിട്ട് ഇട്ടാൽ മതി. ഇതിനിടയ്ക്ക് നിങ്ങളൊരു പാട്ട് കൂടെ കേട്ടാക്കോളാം. നിങ്ങളൊരു മിമിക്രി ആർട്ടിസ്റ്റ് ആണെന്ന് എനിക്കറിയാം. ഒരു മിമിക്രി പറയാമോ? പണ്ട് പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ചെയ്തുകൊണ്ടിരുന്ന, പിന്നെ അങ്ങനെ ചെയ്യാറില്ല, എന്നാലും ചെയ്യുക. നല്ലൊരു മിമിക്രി ആർട്ടിസ്റ്റും കൂടെയാണ്. മാമുക്കോയ വേണ്ടി. മാമുക്കോയ. ഓക്കെ. അതിന്റെ മോനെ, നിങ്ങൾക്ക് ഇത് വിളിക്കാൻ വേണ്ടിട്ടാണോ നിങ്ങൾ മിമിക്രി പറഞ്ഞത്? പ്രതിഭയായിട്ട് ഇതിന്റെ പേര് പിണങ്ങരുത്. ഓക്കെ. എന്തായാലും നമ്മുടെ ചിക്കൻ തോരൻ അസലായിട്ട് റെഡി ആയിട്ട് വന്നു. ഇനി കറിവേപ്പില ചേർക്കാനുണ്ട്. കറിവേപ്പില ചേർക്കാനുണ്ട്. നമുക്കിത് കുറച്ച് ഉണങ്ങണം. ഇത് വറ്റി വരണം. ഇത് ശരിക്കും പറഞ്ഞാൽ വെളിച്ചെണ്ണയുടെ ഒരു ടേസ്റ്റ് ശരിക്കും ഉണ്ടാവണം ഇതിനകത്ത്. വെളിച്ചെണ്ണ നല്ല വെളിച്ചെണ്ണയാണ്. ഇനി നമുക്ക് ഇതിനകത്ത് ഒരു ചെറിയ ശകലം നാരങ്ങ, ലേശം ഒരു പുളി കിട്ടാൻ വേണ്ടി, പുളിയും ചെകിടിച്ചിലൊക്കെ മാറി കിട്ടാൻ വേണ്ടി ഹാഫ് പോർഷൻ അല്ലേ? ഓക്കെ. ഏകദേശം നമ്മുടെ ചിക്കൻ ആയിക്കൊണ്ടിരിക്കുകയാണ്, റെഡിയായി വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കൊരു ഡിഷിലോട്ട് പതുക്കെ മാറ്റാം. ചിക്കൻ തോരൻ വളരെ ഭംഗിയായിട്ട് ഡിസൈനൊക്കെ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു പ്ലേറ്റ്. അപ്പോൾ എല്ലാവർക്കും ഒരു സംശയം, ഷാപ്പിൽ ഇങ്ങനെയൊക്കെയാണോ വിളമ്പുന്നതെന്ന്? ഷാപ്പിൽ ഇങ്ങനെയാണ്. നമ്മൾ ഇപ്പം ഓർഡർ ഫുഡൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്ത് കൊടുക്കും, ഇങ്ങനെ നമ്മൾ ചെയ്തു. അതുകൊണ്ട് നമുക്ക് ഇപ്പം അങ്ങനെയല്ല, ഇതിപ്പോൾ നമ്മൾ ടി വി ഷോ ആയതുകൊണ്ട് ഇത് നിങ്ങൾക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് ചെയ്തതാണ്. എടുക്കട്ടെ പ്രതിവേട്ടന് കഴിക്കാൻ വേണ്ടി. ഇതെല്ലാം എനിക്ക് കഴിക്കാൻ വേണ്ടിയിട്ടാണോ? മൊത്തം കഴിക്കണ്ട, തരാം. ബാക്കിയുള്ള നമുക്ക് എല്ലാവർക്കും കഴിക്കാം. ക്യാമറയുടെ പുറകിൽ കെട്ടുന്ന ആൾക്കാർ നിൽപ്പുണ്ട്, അവരോട് പറഞ്ഞു. ആഹാ,
ഇതിന്റെ തോരൻ കഴിക്കുമ്പോൾ ചിക്കൻ മാത്രം കഴിച്ചാൽ പോരാ, അതിന്റെ ബാക്കി തോരന്റെ തേങ്ങായും തേങ്ങായും പച്ചമുളകും എല്ലാം കഴിക്കണം. വെച്ച് കഴിച്ചാൽ അതിന്റെ ടേസ്റ്റ് ഉണ്ട്. ഇത്ര എടുത്തിട്ടുണ്ട്. നമുക്കറിയാം ഞാൻ ഇപ്പൊ എന്താ പറയാൻ വരുന്നതെന്ന്. കൊള്ളാം, ഗംഭീരമായിരിക്കും, അങ്ങനെയാണല്ലോ എൻ്റെ പതിവ്. പക്ഷെ ഇത് അങ്ങനെയല്ല, ഇത് ഞാൻ കൊള്ളാമെന്ന് പറയുന്നില്ല. ഇത് ഗംഭീരം, അതിഗംഭീരം. കാരണം ഇതിന് ഇടുക്കിയുടെ ഒരു ടേസ്റ്റ് ഉണ്ട്. കാരണം ഇടുക്കിയുടെ ഏലവും ഇടുക്കിയിൽ തന്നെ ഇവർ തന്നെ കൃഷി ചെയ്തെടുക്കുന്ന കുരുമുളക്, ബാക്കി സ്പൈസസ് ഒക്കെയാണ് ഇതിന് ചേർത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ഫ്രഷ് രുചി എനിക്ക് ഇങ്ങനെ ആസ്വദിക്കാൻ പറ്റുന്നുണ്ട്. ഒരു പക്ഷേ നിങ്ങൾക്ക് ഈ രുചി കിട്ടത്തില്ല, കാരണം നമ്മൾ കടയിൽ നിന്നല്ലേ മേടിക്കുന്നത്. പക്ഷേ കൈപ്പുണ്യമുള്ള നിങ്ങളെ കൊണ്ട് ഇത് സാധിക്കും. എനിവേ ഗംഭീരം, അടിപൊളിയായിട്ടുണ്ട്. പിന്നെ ആ വെളിച്ചെണ്ണയുടെ ഒരു ഫ്ലേവർ അതാണ് മുന്നിൽ നിൽക്കുന്നത്. അപ്പോൾ ഇന്നത്തെ മനോഹരമായ ഈ രുചികൾ തൽക്കാലം ഇവിടെ അവസാനിപ്പിച്ച് പോകാൻ സമയമായി. എങ്കിലും ഞാൻ നിങ്ങളോട് പറയുകയാണ്, ഇതൊക്കെ ഉണ്ടാക്കി കഴിക്കണം കേട്ടോ. അല്ലാതെ അത് കോഴി കഴിക്കൂല, അത് കഴിക്കൂല എന്ന് പറഞ്ഞ് ശകലം എന്തെങ്കിലുമൊക്കെ എടുത്ത് തിന്നുകൊണ്ടിരുന്നാൽ പോരാ. ഇതൊക്കെ കഴിക്കാനും വേണം ഒരു യോഗം. ഞാൻ പറയുന്നതേ ഉള്ളൂ, നിങ്ങൾക്ക് ആ യോഗം ഉണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ ഉണ്ടാക്കി കഴിക്കുക. പ്രത്യേകിച്ച് ഈ കോഴിത്തോരന് നാടൻ കോഴിയാണ് നിങ്ങൾ പ്രിഫർ ചെയ്യുന്നതെങ്കിൽ അത് ഭയങ്കര ഡെലീഷ്യസ് ആയിരിക്കും. എന്തായിരുന്നാലും ഇന്നത്തെ എപ്പിസോഡ് സമയപരിമിതി മൂലം ഞാൻ നിർത്തുകയാണ്. അല്ലെങ്കിൽ ഇടുക്കിയിൽ ഇനി ഒരുപാട് കാഴ്ചകളുണ്ട്, അതൊക്കെ നിങ്ങളെ ഞാൻ കാണിച്ചു തരുമായിരുന്നു. എന്തായാലും ഇനിയും അടുത്ത എപ്പിസോഡുകളിൽ ഞാൻ ഇടുക്കിയിലൂടെ തന്നെയാണ് സഞ്ചരിക്കുന്നത്. ഇടുക്കിയിലെ കാഴ്ചകളും ഇടുക്കിയിലെ മറ്റു രുചി വൈവിധ്യങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും അടുത്ത എപ്പിസോഡിലൂടെ കാണാം. തൽക്കാലം ടാറ്റ, ബൈ ബൈ. എന്തോന്നാ ചേട്ടാ, എന്തേലും പറ അവരോട്. നിങ്ങൾ ഇതുവഴി വരുമ്പോൾ രാമക്കൽമേട് നമ്മുടെ ഇവിടെ വരുമ്പോഴത്തേക്കിന് ഇവിടെ നമ്മുടെ ഷാപ്പിൽ കയറുക, ഇതുപോലുള്ള നല്ല രുചികരമായ ഭക്ഷണങ്ങൾ കഴിക്കാം. പ്രതിവേട്ടനും നമ്മളെല്ലാവരും. ഓ അത് ശരി, ഞാനൊരു ബൈ പറയാനാ പറഞ്ഞു, അതിനിടയ്ക്ക് പരസ്യം കൂടെ പറഞ്ഞു. ഓക്കെ ടാറ്റ.